പ്രവാസിയുടെ നൊമ്പരം ഭാഗം 14. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. അജുവിനെക്കുറിച്ച് ഒരറിവും വീട്ടിലില്ലാതായി. അജു വിളിച്ചിട്ട് പോലും മാസങ്ങളായി. കണ്ണീരോടെ അജുവിന്റെ ഉപ്പയും ഉമ്മയും സങ്കടക്കായലിൽ മുങ്ങിത്താഴുന്ന സുമി ആരോടും ഒരു വേദനയുടെ വാക്കുപോലും പറയാതെ അജുവിന്റെ വീട്ടുകാരെ സ്നേഹിച്ചും പരിചരിച്ചും അവള് ആ വീടിന്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി. തന്റെ വീട്ടിൽ പോലും പോവാതെ അവനെ ഓർത്ത് തേങ്ങലടക്കി ജീവിച്ചു. അങ്ങനെ നാളുകൾ നീങ്ങി. സുമിയുടെ ഉപ്പ അജുവിന്റെ വീട്ടിലെത്തി. മകള് ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കാഞ്ഞിട്ട് അദ്ദേഹം കാര്യങ്ങൾ അറിയാൻ വന്നതാ. വഴിയിൽ നിന്ന് അടുത്തുള്ള വീട്ടിൽ നിന്ന് മാഷിന് വിവരങ്ങൾ കിട്ടിയിരുന്നു. അജ്മലിനെ കുറിച്ച് ഒരു വിവരമില്ലെന്ന്. പക്ഷേ അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. കാശൊക്കെ കൃത്യം അയക്കാറുണ്ട്, അതുപോലെ വിളിക്കാറുമുണ്ട് എന്നാണ് സുമി പറയാറ്. ഞാൻ വിളിക്കുമ്പോൾ പോലും എത്ര സന്തോഷത്തോടെയാണ് സംസാരിക്കാറുള്ളത്. സുമിയുടെ ഉപ്പയുടെ വരവ് കണ്ട് മുക്രിക്ക നടുങ്ങി. മോളെ സുമി, മുക്രിക്ക വിളിക്കണ്ട, ഞാൻ അവളെ അങ്ങോട്ട് ചെന്ന് കണ്ടോളാം. പക്ഷേ ഉപ്പാന്റെ വിളി കേട്ട സുമി പുറത്തേക്ക് വന്നിരുന്നു. കൂടെ ഉമ്മയും. തന്റെ ഉപ്പാനെ കണ്ട് അവള് നിന്ന് ഉയർത്തു. ആഹാ, ഉപ്പയോ? എന്താ, ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ നിനക്ക്? അതെന്താ ഉപ്പ? അല്ല, കുറച്ച് ദിവസമായി നിന്നെ ഞാൻ വിളിക്കുന്നു, ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അതുപ്പ, ഫോണ് കേടായി, അതുകൊണ്ടാണ്. എന്തിനാ മോളെ നീ നിന്റെ ഉപ്പാനോട് കളവ് പറയുന്നത്? എല്ലാം അറിഞ്ഞിട്ടാ ഞാൻ ഇവിടേക്ക് വന്നത്. ഇനി നീ ഒന്നും പറയണ്ട. അല്ല മുക്രിക്ക, ഇതൊക്കെ എന്താ? നിങ്ങളെ മോന് ഗൾഫിൽ ചെന്ന് കാശൊക്കെ ആയപ്പോൾ എന്റെ മോളെ വേണ്ടേ? ഹേ ഉപ്പ, അങ്ങനെയൊന്നും പറയരുതേ. എന്റെ മോന് പാവാണ്, അവൻ എന്തോ പറ്റിയിട്ടുണ്ട്. അല്ലാതെ എന്റെ മോന് ആരോടും അങ്ങനെ ചെയ്യില്ല. ആഹാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാശില്ലാത്തവർക്ക് കയ്യിൽ കുറച്ച് കാശ് വന്നാല് ഭാര്യയെയും വീട്ടുകാരെയും ഓർമ്മയുണ്ടാവില്ല. ഈ വീട്ടിലെ കഷ്ടപ്പാട് കണ്ടിട്ടാ സുൽഫി അവന്റെ സുഹൃത്തു മുഖേന ഒരു വിസ ഒപ്പിച്ചു തന്നത്. രക്ഷപ്പെടട്ടെ ഒന്ന് ഓർത്ത് അതിപ്പോൾ എന്റെ മോളെപ്പോലും കണ്ണീരിലാക്കി. ഉപ്പാന്റെ സംസാരം അധികമായപ്പോൾ സുമി, ഉപ്പ മതി, ഇക്കാന്റെ ഉപ്പാനോട് അങ്ങനൊന്നും പറയരുതേ. സുമി, നീ മാറി നിൽക്ക്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അബ്ദുള്ള മാഷ് നിന്ന് വിറച്ചു. എന്റെ മോളെ സങ്കടപ്പെടുത്തിയവരെ ഞാൻ വിടില്ല, അത് ആരായാലും. ഉപ്പ പ്ലീസ് ഒന്ന് നിർത്ത്. സുമിയുടെ കരച്ചിൽ കേട്ട് സാവധാനം മാഷ് നിർത്തി. എന്റെ മകള് പറഞ്ഞത് കൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പുതിയാപ്പിളന്റെ ഉമ്മയും ഉപ്പയും കേൾക്കാൻ പറയുകയാ. തൽക്കാലം എന്റെ മോളെ ഞാൻ കൊണ്ടുപോകയാ. ഇനി അവന്റെ തീരുമാനം എന്തെന്ന് അറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ ബാക്കി. വേണ്ട ഉപ്പ, ഞാനില്ല. ഇവിടത്തെ ഉപ്പാനെയും ഉമ്മാനെയും വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല ഉപ്പ. ഇക്ക പോകുമ്പോൾ ഉപ്പാനെയും ഉമ്മാനെയും എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോയത്. എന്റെ ഇക്ക വരുമ്പോൾ അവര് ആ കൈകളിൽ തിരിച്ചേൽപ്പിക്കണം എനിക്ക്. അതുവരെ ഈ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ടുമില്ല. എന്നിട്ട് നിന്റെ ഇക്ക എവിടെയടി? 2-3 വർഷമായല്ലോ പോയിട്ട്, ഒരു അറിവുമില്ല. നീ ഇപ്പോൾ കൂടെ വന്നേ പറ്റൂ, വാടി. സുമിയുടെ കയ്യിൽ പിടിച്ച് ഉപ്പ, ഞാൻ വരില്ല ഉപ്പ, എന്നെ വിട് ഉപ്പ. ഉപ്പ എന്നെ വിടാൻ പറ. അജുവിന്റെ ഉപ്പാനെയും ഉമ്മാനെയും നോക്കി അവള് കരഞ്ഞു. മോളെ, നീ കരയരുത് മോളെ. മോളിപ്പോൾ ഉപ്പാന്റെ കൂടെ ചെല്ല്, വിഷമിക്കണ്ട. ഈ ഉപ്പയും ഉമ്മയും മോളുടെ കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ മകന് മോളെ വേണ്ടാന്ന് പറഞ്ഞാലും ഞങ്ങൾ ഉണ്ടാവും മോൾക്ക്. അജുവിന്റെ ഉപ്പയും ഉമ്മയും അവളെ ആശ്വസിപ്പിച്ചു. സുമയ്യ, നീ വരുന്നുണ്ടോ? ഉപ്പാന്റെ വിളി വീണ്ടും വന്നപ്പോൾ സുമിക്ക് ആകെ സങ്കടം വന്നു. അവൾ ഉപ്പാനോടും ഉമ്മയോടും ഉള്ളം തേങ്ങുന്ന വേദനയോടെ യാത്ര പറഞ്ഞിറങ്ങി. അവളുടെ ആ ഇറക്കം ആ ഉമ്മാക്കും ഉപ്പാക്കും സഹിക്കാനാവുന്നതിലപ്പുറമായിരുന്നു. അവളെ പോക്ക് കണ്ട് അവർ തേങ്ങിക്കരഞ്ഞു. അവൾ അവർക്ക് മരുമകളല്ലായിരുന്നു, പൂമോളെ പോലെ സ്വന്തം മകളായിരുന്നു. അബ്ദുള്ള മാഷ് മകളെയും കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ തന്നെ സുൽഫിയോട് മൻസൂറിനെ വിളിക്കാൻ പറഞ്ഞു. മൻസൂറിനെ വിളിച്ചിട്ടും അവന് സുഖമാണ്, അവന് വരുമെന്ന നിത്യം കേൾക്കുന്ന മറുപടി തന്നെയാ അവർക്ക് കേൾക്കേണ്ടി വന്നേ. സുമി ഇപ്പോൾ വീട്ടിലാണ്, എന്റെ അനിയത്തിയെ ഇനി അവന് കൊടുക്കില്ല എന്ന് പറഞ്ഞു. സുൽഫി ഫോണ് കട്ട് ചെയ്തു. പിന്നീട് സുൽഫി പോലും മൻസൂറിനെ വിളിക്കാതെയായി. മൻസൂറിന് തന്റെ കൂട്ടുകാരന്റെ കുടുംബം അജുവിനെ കുറ്റപ്പെടുന്നത് കേൾക്കുമ്പോൾ എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് ആലോചിക്കും. പക്ഷേ ആ പാവത്തിന് ഞാൻ കൊടുത്ത വാക്ക് അത് പാലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സഹിക്കുക തന്നെ.
സുമിയെ അവർ ഒളിച്ചു കൊണ്ടുപോയ കാര്യം തൽക്കാലം അജു അറിയണ്ട. സഹിക്കാനാവില്ല അവന്. മാസങ്ങൾ വീണ്ടും നീങ്ങി. സുമി സങ്കടങ്ങളുമായി അവളുടെ ആ വലിയ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ. ഊണില്ല, ഉറക്കമില്ല. ആര് മറക്കാൻ പറഞ്ഞാലും തന്റെ ഇക്കാനെ മറക്കണമെങ്കിൽ സുമിയെ മരിക്കണം. എന്റെ ഈ മഹറിന്റെ അവകാശി എന്റെ ഇക്ക ആണെങ്കിൽ ആ ഇക്ക അല്ലാതെ ഒരാൾക്കും ഈ പെണ്ണിന്റെ മേലെ അവകാശമില്ല. എന്റെ ഇക്ക വരും, ഇക്കാന്റെ സുമിയെ കാണാൻ. അവനെയുള്ള ആ വിശ്വാസത്തിൽ സുമിയുടെ കാത്തിരിപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. അതുപോലെ അകലെ പാറിപ്പറക്കുന്ന മരുഭൂമി മണ്ണിന്റെ ചൂടേറ്റുറങ്ങുന്ന ജയിലെന്ന കാരാഗ്രഹത്തിൽ തന്റെ പെണ്ണിന്റെ അടുത്തെത്താൻ വെമ്പൽ കൊള്ളുന്ന അജ്മൽ അവളെ വീട്ടുകാർ കൊണ്ടുപോയതുപോലും അറിയാതെ, അവളുടെ ആ സൗണ്ട് പോലും കേൾക്കാൻ പറ്റാതെ ആദ്യം കുറച്ചു നാളുകൾ ഫോൺ വിളിക്കാൻ കഴിഞ്ഞിരുന്നു. നിർഭാഗ്യവശാൽ അന്നൊരു ദിവസം ഒരു ജയിൽ സൂപ്രണ്ട് കാണാനിടയായി. അതോടെ അതും നിലച്ചു. എന്താ ചെയ്യുക എന്ന് അജുവിന് അറിയില്ലായിരുന്നു. ആ ജയിലിന്റെ അറയിൽ അവന് നിന്നിരുകി. കൂടെ ഷാനിദും. അജുവിന്റെ കേസ് മുറുകിക്കൊണ്ടിരുന്നു. ഇൻഷാ അല്ലാഹ് കഥയുടെ ബാക്കി ഭാഗം തുടരും.